നമസ്കാരം. പ്രധാന വാർത്തകൾ. വി.എസിന്റെ സഹോദരി ആഴിക്കുട്ടി അന്തരിച്ചു. സഹോദരന്റെ വിപ്ലവ പോരാട്ട സ്മരണകൾ നെഞ്ചേറ്റ് ജീവിച്ച ആഴിക്കുട്ടി ഓർമ്മയായി. വി.എസ്. അച്യുതാനന്ദന്റെ ഏക സഹോദരി പുന്നപ്ര വടക്ക പഞ്ചായത്ത് പറവൂർ വെന്തലത്തറ വീട്ടിൽ ആഴിക്കുട്ടിയാണ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വി.എസിന്റെ ജന്മവീട് കൂടിയായ വെന്തലത്തറ വീട്ടിൽ ഇന്ന് പുലർച്ചെ മരണമടഞ്ഞത്. 1 വർഷത്തിലേറെയായി ശാരീരിക അവശതകളെ തുടർന്ന് കിടപ്പിലായിരുന്നു. സംസ്ഥാന കോൺഗ്രസിൽ കെ.സി. വേണുഗോപാലിനെതിരെ പടയൊരുക്കം. എ ഗ്രൂപ്പുകൾ കൈകോർക്കുന്നു. കെ.സിക്കെതിരെ എ ഗ്രൂപ്പുകൾ കൈകോർക്കാൻ നീക്കം നടക്കുന്നതായാണ് റിപ്പോർട്ട്. കെ.സി. വേണുഗോപാൽ സംസ്ഥാനത്ത് സജീവമാകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഗ്രൂപ്പുകളുടെ നീക്കം. വിശാല ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ ശ്രമം. പിണങ്ങി നിൽക്കുന്നവരെ ഒപ്പം നിർത്താനും ശ്രമം തുടങ്ങി. എ ഗ്രൂപ്പും കടുത്ത അമർഷത്തിലാണ്. പരമ്പരാഗതമായി ലഭിച്ച പദവികളെല്ലാം നഷ്ടമായെന്നും എ ഗ്രൂപ്പിനെ പൂർണ്ണമായും തഴയുകയാണെന്നുമാണ് പരാതി. ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവരെ അവഗണിക്കുന്നുവെന്നാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്ത് സജീവമാകാനാണ് കെ.സി. വേണുഗോപാലിന്റെ നീക്കം. ഇതിനെ തടയിടാനുള്ള കരുനീക്കത്തിലാണ് എ ഗ്രൂപ്പുകൾ. CPM പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റിയിൽ കൂട്ടരാജി. ലോക്കൽ സെക്രട്ടറി അടക്കം 6 പേർ രാജിക്കത്ത് നൽകി. CPM പത്തനംതിട്ട ഓതറ ലോക്കൽ കമ്മിറ്റിയിൽ കൂട്ടരാജി. CPM ലോക്കൽ സെക്രട്ടറി അടക്കം 6 പേർ രാജിവെച്ചു. പാർട്ടി ഏറ്റെടുത്ത് ചെയ്യുന്ന വീട് നിർമ്മാണത്തിന്റെ കണക്ക് ചോദിച്ചതിന്റെ പേരിൽ അച്ചടക്ക നടപടിയെടുത്തെന്നാണ് ആക്ഷേപം. വീട് പണി ചർച്ചയാക്കിയ 2 അംഗങ്ങളെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ വീട് നിർമ്മാണം പൂർത്തിയായ ശേഷമാണ് കണക്ക് അവതരിപ്പിക്കുകയെന്നും ഇടക്കാല കണക്ക് അവതരിപ്പിക്കൽ രീതിയല്ലെന്നും ഇരവിപേരൂർ ഏരിയ നേതൃത്വം വിശദീകരിച്ചു. ഭൂമിയുടെ പേര് മാറ്റുന്നതിന് കൈക്കൂലി. കൊച്ചിൻ കോർപ്പറേഷനിലെ 2 ഉദ്യോഗസ്ഥർ പിടിയിൽ. ഇടപ്പള്ളി സോണൽ ഓഫീസിലെ സൂപ്രണ്ട് ലാലിച്ചൻ, ഇൻസ്പെക്ടർ മണികണ്ഠൻ എന്നിവരെയാണ് വിജിലൻസ് പിടികൂടിയത്. ഒരാളുടെ പക്കൽ നിന്നും 5000 രൂപയും മറ്റൊരാളുടെ പക്കൽ നിന്ന് 2000 രൂപയും പിടിച്ചെടുത്തു. ഭൂമിയുടെ പേര് മാറ്റുന്നതിനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ മെയ് മാസമാണ് എളമക്കര സ്വദേശി കൊച്ചി കോർപ്പറേഷന്റെ സോണൽ ഓഫീസുമായി ബന്ധപ്പെടുന്നത്. ഭൂമിയുടെ പേര് മാറ്റുന്നതിനായി പലതവണയായിട്ട് കയറിയിറങ്ങി. ആ സമയത്താണ് ഉദ്യോഗസ്ഥർ എളമക്കര സ്വദേശിയോട് പണം ആവശ്യപ്പെടുന്നത്. ഇൻസ്പെക്ടർ മണികണ്ഠന് 2000 രൂപയും സൂപ്രണ്ടിന് 5000 രൂപയും നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. തുടർന്ന് എളമക്കര സ്വദേശി വിജിലൻസിന് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും കൈക്കൂലിയുമായി പിടിയിലാകുന്നത്. പാലക്കാട് 14കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 2 അധ്യാപകർക്ക് സസ്പെൻഷൻ. ആരോപണ വിധേയയായ അധ്യാപിക ആശയെയും പ്രധാനാധ്യാപിക ലിസിയെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ മരണത്തിൽ അധ്യാപകർക്കെതിരെ ആരോപണവുമായി കുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയതോടെയാണ് നടപടി. പല്ലൻചാത്തൂരിൽ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുനാണ് മരണപ്പെട്ടത്. അധ്യാപികയുടെ മാനസിക പീഡനമാണ് കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് കുടുംബം പറയുന്നത്. കുട്ടി ഏറെക്കാലമായി മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ മെസ്സേജ് അയച്ചതിന് ഭീഷണിപ്പെടുത്തി. കൂടാതെ ജയിലിലിടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം ആരോപിക്കുന്നു. പോലീസിൽ പരാതി നൽകുമെന്ന് കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു. വധശിക്ഷ നൽകണം. രാജീവ് ഗാന്ധി കേസ് ഉദ്ധരിച്ച് പ്രോസിക്യൂഷൻ. ചെന്താമരയുടെ ശിക്ഷാവിധി മറ്റന്നാൾ. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷ കോടതി ശനിയാഴ്ച പ്രസ്താവിക്കും. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ശിക്ഷയിന്മേലുള്ള വാദത്തിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കിയത്. അതിക്രൂര കൊലപാതകം നടത്തിയ പ്രതിക്ക് കഠിനമായ ശിക്ഷ തന്നെ നൽകണമെന്ന് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ചെന്താമര ആ കുടുംബത്തിലെ 2 പേരെ കൂടി കൊലപ്പെടുത്തിയ കാര്യവും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. രാജീവ് ഗാന്ധി വധക്കേസ് കൂടി ഉദ്ധരിച്ചായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ശ്രീകോവിൽ കുത്തിപ്പൊളിച്ച് മോഷണം. സ്വർണമാലകളടക്കം നഷ്ടമായി. പത്തനംതിട്ട ഏനാത്ത് കടിക ദേവി ക്ഷേത്രത്തിൽ മോഷണം. സ്വർണമാലകളടക്കം 2.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. നാലമ്പല വാതിലും ശ്രീകോവിൽ വാതിലും കുത്തിപ്പൊളിച്ചായിരുന്നു മോഷണം. വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 1 പവൻ തൂക്കമുള്ള സ്വർണമാല, അതിലുണ്ടായിരുന്ന താലി എന്നിവ കവർന്നു. പ്രത്യേക പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം ഓഫീസിന്റെ പൂട്ടും തകർത്തു. ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷണം പോയിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രത്തിലെ വഞ്ചിയും ഉപദേവതാ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിരുന്ന വഞ്ചികളും തകർത്തും പണം കവർന്നിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. പറമ്പിൽ നിന്ന് കൂൺ ശേഖരിച്ച് കറി വെച്ച് കഴിച്ചു. തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 6 പേർ ആശുപത്രിയിൽ. 2 പേരുടെ നില ഗുരുതരം. കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കുടുംബം ചികിത്സയിൽ കഴിയുന്നത്. അമ്പൂരിലെ സെറ്റിൽമെന്റിലെ മോഹൻ കാണി, ഭാര്യ സാവിത്രി അടക്കമുള്ള കുടുംബാംഗങ്ങളാണ് ചികിത്സ തേടിയത്.
കഴിഞ്ഞ ദിവസമാണ് ഇവർ വീടിന് സമീപത്തെ പറമ്പിലെ കൂൺ ശേഖരിച്ച് പാചകം ചെയ്ത് കഴിച്ചത്. ഇതിന് പിന്നാലെയാണ് കുടുംബാംഗങ്ങൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഹരിതകർമ്മസേന പ്രവർത്തകയെ പറ്റിച്ച യുവതി തട്ടിയെടുത്തത് 22.97 ലക്ഷം. ജർമ്മനിയിൽ ഡോക്ടറാണെന്ന വ്യാജേനെ ആൾമാറാട്ടം നടത്തി ഹോസ്പിറ്റലിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മാവേലിക്കര സ്വദേശിനിയായ ഹരിതകർമ്മസേന പ്രവർത്തകയിൽ നിന്നും 22.97 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ ഒരു പ്രതി അറസ്റ്റിൽ. പത്തനംതിട്ട അടൂർ സ്വദേശിനിയായ അനിത മുരളീധരനെയാണ് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരിയിൽ നിന്നും 6 ലക്ഷത്തോളം രൂപ അയച്ചു വാങ്ങിയ ബാങ്ക് അക്കൗണ്ട് ഉടമയാണ് അറസ്റ്റിലായ പ്രതി. താമരശ്ശേരിയിൽ 9 വയസ്സുകാരിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയെ തുടർന്നാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്നാരോപിച്ച് അച്ഛൻ സനൂപ് താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ചിരുന്നു. ഈ കേസിൽ സനൂപ് ജയിലിൽ തുടരുന്നതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത്.